ഈ ട്രേഡിങ് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. എൻ്റെ ഒരു സ്റ്റുഡന്റ്, അദ്ദേഹം ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി പറഞ്ഞതുപോലെ എന്താ പറയുക, വാഗ്ദാനങ്ങളുടെ മുകളിൽ വീണ് ഇതുപോലെ ട്രേഡിങ് പഠിക്കാൻ എൻ്റെ അടുത്ത് തന്നെയാണ് എത്തിയത്. ഞാനായിരുന്നു ടീച്ചർ. ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് 2-3 വർഷം ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കി സ്വയം തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ട ഒരു സ്കില്ലാണെന്നുള്ളത് പലപ്പോഴും മറച്ചു വെക്കപ്പെട്ടിട്ടാണ് ഇതൊക്കെ പുറത്തേക്ക് സോഷ്യൽ മീഡിയ ത്രൂ എത്തുന്നത്. അപ്പൊ അവിടെ വരുന്നൊരു പ്രശ്നം, ഞാൻ ഈ പറഞ്ഞ വ്യക്തിയും ഇതേപോലെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് ഫീസും കൊടുത്തു എൻ്റെ അടുത്തേക്ക് എത്തി. ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് എത്തി. ഞാൻ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ പെട്രോൾ പമ്പിൽ ജോലിയാണെന്ന് പറഞ്ഞു. ആക്റ്റീവ്ലി മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഒരിക്കലും അദ്ദേഹത്തിന് ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ഒരു കാര്യം ചെയ്യാനോ ഈവൻ മൊബൈൽ ഫോൺ നോക്കാൻ പോലും പറ്റുന്നൊരവസ്ഥയാണ്. എൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഫീസ് പോയി, അതേപോലെ തന്നെ ട്രേഡ് ചെയ്ത് ഒരുപാട് അമ്മയെ രക്ഷപ്പെടുത്തണം, അമ്മ മാത്രം. അപ്പൊ അങ്ങനത്തെ ഒരു വലിയ ആഗ്രഹമായിട്ട് വന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുക. അപ്പൊ ഞാൻ അവിടുന്ന് തിരിച്ചറിഞ്ഞൊരു കാര്യം, ഈ ട്രേഡിങ് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. അത് വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് ഉത്തരവാദിത്തങ്ങൾ ഒരു പരിധിവരെ ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെക്കാൻ പറ്റുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഉത്തരവാദിത്തത്തിലേക്ക് കാലെടുത്ത് വെച്ച ഒരാൾക്ക് ഒരിക്കലും ആക്റ്റീവ് ട്രേഡിങ് പോസിബിൾ അല്ല എന്നുള്ള തിരിച്ചറിവാണ് എന്നെ ഇങ്ങനെ മാറി ചിന്തിക്കാനുള്ള ഒരു പ്രചോദനമായി സത്യം പറഞ്ഞു.